ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 19. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ആരുടെ അന്ധകരണം സമത്വത്തിൽ ഉറച്ചിരിക്കുന്നുവോ അവരാൽ ഇവിടെ തന്നെ ജന്മം ജയിക്കപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായും ദോഷരഹിതവും സമവുമാണ് ബ്രഹ്മം. അതുകൊണ്ട് അവർ ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാഹ്യമായ സർവ വൈവിധ്യങ്ങൾക്കുമെല്ലാം ഉള്ളിൽ ഏകവും രണ്ടാമതൊന്നില്ലാത്തതുമായ ആ പരമമായ ചൈതന്യമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ ആ സമഭാവന ആര് കാണുന്നുവോ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തരാണ്. മുക്തി ഒരിക്കലും മരിച്ചിട്ട് കിട്ടേണ്ടതെന്നല്ല, അല്ലെങ്കിൽ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോയി നേടേണ്ടതല്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടേണ്ടതാണ്. അത് ആരാണ് നേടുന്നത്? അത് ഈ വൈവിധ്യങ്ങൾക്കെല്ലാമുള്ള ഉപരിയുള്ള ബ്രഹ്മത്തിന്റെ സമഭാവം ദർശിക്കുന്നവർക്കുള്ളതാണ്. അവര് സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ ജനിക്കുക, മരിക്കുക, ജനിക്കുക തുടങ്ങിയ സംസാരധർമ്മത്തെ, ആ പുനർജനിക്കേണ്ടുന്ന സ്ഥിതിയെ അവർ ജയിച്ചിരിക്കുന്നു. അപ്പൊ ജനന മരണ ചക്രഗതിയിൽ നിന്ന് അവര് അവശരായി കറങ്ങല്ല. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേ ശയനം എന്നുള്ള ഈ ദുരന്തത്തിൽ നിന്ന് അവർ കരകയറുന്നു. അതിനെ അതിക്രമിച്ച് അവർ മുക്തരായി കഴിയുന്നു, ജീവൻ മുക്തരായി കഴിയുന്നു. ആരുടെ അന്ധകരണമാണോ സാമ്യത്തിൽ സ്ഥിതമായിരിക്കുന്നത് അവർ. അന്ധകരണം എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നർത്ഥം. മനസ്സിന്റെ സ്വഭാവമാണ് സങ്കല്പ വികല്പാത്മകോ മന. ഞാനോ നീയോ, പോണോ പോണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ, സങ്കല്പം വരുമ്പോഴേക്ക് വികല്പം വരും. അത് അതിൻ്റെ പ്രവാഹത്തിന് പറയുന്ന പേരാണ് മനസ്സ്. അപ്പോൾ ഈ സങ്കല്പങ്ങൾ അടങ്ങിയ മനസ്സ്, ചിത്തവൃത്തികൾ, ചിന്തകൾ അടങ്ങിയാൽ പിന്നെ മനസ്സില്ല. അപ്പൊ ശരിക്ക് ജീവൻ എന്ന് പറയുമ്പോൾ ജീവനാണ്, ജനിമൃതികളാകുന്ന സംസാരധർമ്മം ജീവനുള്ളതാണ്, ജീവഭാവത്തിനാണുള്ളത്. പരമാത്മാവ് ജനിക്കുന്നില്ല, ഒട്ട് മരിക്കുന്നില്ല. അപ്പൊ പരമാത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അത് മനസ്സ് എന്നുള്ള ഉപാധിയിൽ പ്രതിബിംബിക്കയാലാണ് ജീവാത്മാവായി പ്രതിഭാസിക്കുന്നത്. അപ്പൊ മനസ്സില്ലാതാവുമ്പോൾ എന്താവും? ജീവഭാവവും ഇല്ലാതാവുന്നു. അപ്പൊ ജീവന്റെ അനുഭവ മണ്ഡലമാണ് സംസാരം. അപ്പൊ ജീവഭാവം ഇല്ലാതാവുമ്പോൾ സംസാരവും ഇല്ലാതാവുന്നു. അതായത് ജനിമൃതികളാകുന്ന സംസാര ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ സംസാരത്തിനുപരി എത്തി, സംസാരത്തെ അതിക്രമിച്ച് പരമാത്മഭാവത്തിലേക്ക് ഉണരുന്നു. താൻ ജീവനല്ല, പരമാത്മാവാണ് എന്ന സത്യം സാക്ഷാത്കരിക്കുന്നു. ദേഹത്തിൽ അഭിമാനമുള്ള കാലത്തോളം ജീവനെ ദേഹധർമ്മങ്ങൾ ബാധിക്കും. എന്നാൽ അധിഷ്ഠാനമായ ആത്മാവിന് അവ ബാധകമല്ല. അപ്പോൾ ആരുടെ അന്ധക്കരണത്തിലെ ബുദ്ധിവൃത്തിയാണോ മനസ്സിനെ അതിക്രമിച്ച് ആ ബുദ്ധിവൃത്തി സമത്വത്തിൽ ഉറച്ചു നിലകൊള്ളുന്നത്, അവരാണ് സൃഷ്ടിയെ ജയിച്ചത്. അപ്പൊ മനസ്സിനുപരി എത്തണം, ബുദ്ധിയെ ആശ്രയിക്കണം. അങ്ങനെ സർവഭൂതങ്ങളിലും, ബ്രഹ്മാവ് മുതൽ സ്ഥാവരങ്ങൾ വരെയുള്ള സർവജീവജാലങ്ങളിലും തന്നെ ചൈതന്യം ഏകമാണ്, സമമായി നിലകൊള്ളുന്നു. അങ്ങനെ ആ ബ്രഹ്മാത്മഭാവത്തിൽ, സമമായ ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുന്ന ആ ഏകമായ ആ ദൃഢബോധം
ആരിൽ ഉറച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ളവർ മുക്തരാകുന്നു. ഇത് ഉറക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതായത് മനസ്സിന്റെ ചാഞ്ചല്യത്തെയും വിപരീത ഭാവന തുടങ്ങി ഒട്ടനവധി വിഘ്നങ്ങളെ ജയിക്കേണ്ടതുണ്ട്. അതിന് ശ്രവണ മനന നിധിധ്യാസനങ്ങളൊക്കെ ആവർത്തിച്ച് ചെയ്ത് തപസ് അനുഷ്ഠിച്ച് ഏകാഗ്രതമമായിരിക്കുന്ന മനസ്സുകൊണ്ട് വേണം മനസ്സിനെയും കീഴടക്കാൻ. അങ്ങനെ അജ്ഞാനാവരണം നീങ്ങിയാൽ മാത്രമേ ബ്രഹ്മബോധമുറയ്ക്കൂ. അപ്പൊ വാസ്തവത്തിൽ മനോവൃത്തി മുഴുവൻ വിലയിച്ച് ബുദ്ധിവൃത്തി ഏകാകാരമായി ആത്മാകാരമാകുന്നതാണ് ഈ ദാർഢ്യം. ഈ ഉറച്ച ബോധം സമദർശികളായ പണ്ഡിതർക്കുണ്ടാവുമ്പോൾ അവർ മുക്തരാകുന്നു. ഒരു ദോഷത്താലും സ്പർശിക്കപ്പെടാത്തതാണ് ആത്മസ്വരൂപം. അതുകൊണ്ട് ഭേദരഹിതമായ സ്വർണത്തിൽ ആഭരണ വിശേഷങ്ങളായ വളയോ മാലയോ ഒന്നും വാസ്തവത്തിൽ സ്വർണത്തിലിരിക്കുന്നില്ലെന്നും അത് സ്വർണമായി തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം. ആഭരണ വൈവിധ്യങ്ങൾ ഇല്ലെന്നല്ല, വൈവിധ്യങ്ങളെ കാണുമ്പോഴും അത് സ്വർണം കാണുന്നു, സ്വർണത്തെ കാണുന്നു. അത് സ്വർണമായി തന്നെ ഇരിക്കുന്നു. സ്വർണവള ഉരുക്കി മാലയാക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. സ്വർണം മാലയായോ? ഇല്ല. സ്വർണം സ്വർണമായിട്ട് തന്നെ ഇരിക്കുക, മാലയായപ്പോഴും വളയായപ്പോഴും. എന്നാ വളയാണോ ഉരുക്കിയിട്ട് സ്വർണമാക്കിയത്? ഇല്ല. വളയെ ഒരിക്കലും മാലയാക്കാൻ പറ്റില്ല, കാരണം സ്വർണമാണ് ഉയരുന്നത്. അപ്പൊ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആ വൈവിധ്യങ്ങൾക്ക് ഉള്ളിൽ ആ ഏകമായിരിക്കുന്ന ആ സ്വർണത്തെ, അതുപോലെ ജീവാത്മഭാവം കാണുന്ന കാലത്തും, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരമാർത്ഥ ദൃഷ്ടി ആരിൽ ഉറച്ചിരിക്കുന്നുവോ അവരെ സംബന്ധിച്ച് ഗംഗാജലത്തിലും അഴുക്കുചാൽ വെള്ളത്തിലും പ്രതിബിംബിച്ച സൂര്യബിംബത്തിന് ആര് എന്ത് ഭേദം കൽപ്പിച്ചാലും ആ ഭേദം സൂര്യബിംബത്തിലില്ല എന്ന പരമാർത്ഥം പോലെ നിർദോഷമാണ് ആത്മാവ്. എൻ്റെ, നിന്റെ, ബ്രഹ്മാവിൻ്റെ, പട്ടിയുടെ എന്നിങ്ങനെ ഒരു ഭേദവും ആത്മാവിലില്ല. അങ്ങനെ നിർദോഷമാണ് ആത്മാവ് എന്ന വിചാരത്തിൽ നിന്ന് തന്നെ സമമാണ് ആത്മാവ് എന്ന വിചാരവും സിദ്ധമാകുന്നു. അവർ സമത്വത്തെ ദർശിക്കുന്നു. ആത്മാവിന് യാതൊരുവിധ ഗുണസംബന്ധവുമില്ല. ഗുണമുള്ളതിന് ഗുണഭേദങ്ങളും വരും. ആത്മാവിന് എന്ത് ഗുണ പറയാൻ പറ്റുക? അത് ഗുണമൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഗുണഭേദത്താൽ തന്നെ ഭിന്നത വരുന്നുണ്ട്. അപ്പൊ നിർഗുണമാണ് ബ്രഹ്മം എന്ന് പറയുകയാണ്. യാതൊരു ഗുണത്താലും യാതൊരു പ്രപഞ്ച വൈവിധ്യങ്ങളെയും അത് ബാധിക്കുന്നില്ല. ഉപാധികളിൽ പല ഭേദങ്ങളുണ്ട്. ഉപാധിഭേദമുണ്ട്. ജീവന്റെ പ്രകടീകരണത്തിൽ ഭേദമുണ്ട്. താൻ ജീവനല്ല, പരമാത്മാവാണെന്നറിയുമ്പോൾ ഒരു ഭേദദൃഷ്ടിയും അവിടെയില്ല. അവിടെ സർവത്തിലും ആ ബ്രഹ്മദൃഷ്ടിയാണ് കൈവരുന്നത്. അവിടെ ഉച്ചനീചത്വങ്ങളില്ല, ജാതിഭേദങ്ങളില്ല, മതദ്വേഷങ്ങളില്ല, ഒന്നുമില്ല. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുന്നു. എപ്രകാരമാണോ സ്വർണ്ണ ആഭരണങ്ങളിലൊക്കെ സ്വർണത്തെ കാണുന്നവൻ സ്വർണത്തെ കാണുന്നത്, സ്വർണത്തെ മാത്രം കാണുന്നത്, അതുപോലെ ഇച്ഛ, ദ്വേഷം തുടങ്ങിയ ആ ഗുണങ്ങളൊക്കെ ബ്രഹ്മത്തിൽ ആരോപിക്കരുത്. ബ്രഹ്മത്തിന് അങ്ങനെയുള്ള ഒരു ഗുണങ്ങളും ഇല്ല. അതൊക്കെ ജീവാത്മാവിലുള്ളതാണ്. അപ്പൊ ജീവാത്മഭാവത്തെ അതിക്രമിച്ചു കഴിഞ്ഞാൽ അപ്പോ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
മുക്തരാകുന്നു. അവിടെ ക്ഷേത്രധർമ്മങ്ങളെ ബ്രഹ്മത്തിൽ ആരോപിക്കരുത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശരീരം. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാ ധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ശരീരം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങള്, അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, 11 ഇന്ദ്രിയങ്ങള്, 5 വിഷയങ്ങള്, ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ചേതന, ധൃതി എന്നിവയെല്ലാം ചേർന്നതിനെയാണ് ക്ഷേത്രം അഥവാ ശരീരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏറ്റവും ചുരുക്കത്തിൽ ക്ഷേത്രം അതിൻ്റെ വികാരങ്ങൾ സഹിതം ഉദാഹരിക്കപ്പെട്ടിട്ടുണ്ട് 13-ാം അധ്യായത്തിൽ. ഇതൊക്കെ, ഈ ഇച്ഛാദികളൊക്കെ ശരീരധർമ്മങ്ങളാണ്. അതുകൊണ്ട് പരമാത്മദർശനം സാധിച്ച വിജ്ഞാനിയെ സംബന്ധിച്ച്, അയാളെ സംബന്ധിച്ച് ഈ ജീവാത്മധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവയാലുള്ള ഭേദദൃഷ്ടിയും അയാളിൽ നിന്ന് സ്വാഭാവികമായും കൊഴിഞ്ഞൊഴിഞ്ഞു പോയിരിക്കുന്നു. അയാൾക്ക് നല്ലതെന്നോ ചീത്തയെന്നോ, നല്ലവനെന്നോ ചീത്തയെന്നോ ഒരു ഭേദങ്ങളും അവരില്ല. അയാൾ ഇന്നയാളല്ലേ, ഇയാൾ ഇന്നയാളല്ലേ, അയാൾ ഉയർന്നവനല്ലേ, അയാൾ താഴ്ന്നവനല്ലേ, ഒരു ഭേദവും അതിലില്ല. എല്ലാറ്റിലും ആത്മദൃഷ്ടി കൈവന്നിരിക്കുന്നു. എല്ലാറ്റിലും സമവും ഏകവും തന്നെയാണ് പരമമായ സത്യം എന്ന് അയാൾ അറിഞ്ഞിരിക്കുന്നു. അനാദിത്വാ നിർഗുണത്വാ പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. പറയാണ്, ശരീരസ്ഥനായാലും അല്ലയോ കൗന്ദേയ, ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. ശരീരസ്ഥനായാലെന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനിയെ സംബന്ധിച്ച് ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നു. ആത്മജ്ഞാനിയെ സംബന്ധിച്ച് ശരീരം തന്നെയാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോ ഈ കണ്ട ഇച്ഛ, ദ്വേഷവും സുഖവും ദുഃഖവും മാനവും അപമാനവും നിന്ദ സ്തുതി ഒക്കെ ഉണ്ട്. ശരീര ഗുണങ്ങളൊക്കെ ഉണ്ട്. ദോഷങ്ങളുണ്ട്. ഗുണമുണ്ടെങ്കിൽ ദോഷമുണ്ട്. ദോഷത്തോട് കൂടാത്ത ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് അതിനെ മുഴുവൻ അതിക്രമിച്ചിരിക്കുന്നു. സർവത്തിലും ഭേദരഹിതമായി നിലകൊള്ളുന്നു. ഇപ്രകാരവും നിർദോഷവും ഒരു ദോഷവും പറ്റാത്തതും സമമായിരിക്കുന്നതും ഏകവുമാണ് ആത്മാവ് എന്ന് സമർത്ഥിച്ച ശേഷം ഈ സമത്വത്തെ ദർശിക്കുന്ന പണ്ഡിതനിൽ യാതൊരു ദോഷവും ആരോപിക്കാൻ സാധ്യമല്ലെന്ന് ഉറപ്പു തരികയാണ് ഈ ശ്ലോകം ചെയ്യുന്നത്. അങ്ങനെയുള്ള മഹത്തുക്കളിൽ ഒരു ദോഷവും നമുക്ക് ആരോപിക്കാൻ സാധ്യമല്ല. അവരിൽ ഒന്നും ചെന്നു പറ്റുന്നില്ല എന്നർത്ഥം. അവര് ഒരു ദ്വന്ദ്വ വ്യവഹാരങ്ങളിലും അവര് ഇടപെടുന്നില്ല. ദ്വന്ദ്വവിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ പൂജകളോ ദാനങ്ങളോ അങ്ങനെയുള്ള ഒന്നില്ല. അതിലൊക്കെ ഭേദദൃഷ്ടിയുണ്ട്. അയാൾക്ക് ഒരു പൂജയും ചെയ്യേണ്ടതില്ല. ഈശ്വര പൂജ ഒന്നും ചെയ്യാല്ല അയാൾക്ക് ഇനി ദാനം ചെയ്ത് പുണ്യകർമ്മങ്ങൾ നേടാനൊന്നുമില്ല. അയാൾക്ക് ഭേദപരിഗണന ഇല്ല താനും. അയാൾ വേദം അറിയുന്ന ആളാണെന്നോ വേദാംഗങ്ങളെ അറിയുന്നയാളാണെന്നോ 4 വേദസംഹിതകളും അറിയുന്നയാളെന്നോ അവര് അങ്ങനെയൊക്കെ ചിലരെയൊക്കെ വേർതിരിക്കാറുണ്ട്. അങ്ങനെ വേർതിരിക്കേണ്ടുന്ന ഒന്നല്ല ആ സമഭാവനയുള്ളവർ. പൂജിച്ചാൽ അവർക്ക് ഗുണം. പക്ഷേ ഈ പൂജിക്കപ്പെടുന്ന ഈ സമത്വത്തെ ദർശിച്ചവരെ സംബന്ധിച്ച് അവർക്ക് പൂജിച്ചാലെന്ത്, നിന്ദിച്ചാലെന്ത്, വന്ദിച്ചാലെന്ത്, പഠിച്ചാലെന്ത്, പഠിച്ചില്ലെങ്കിലെന്ത്, അവരറിയേണ്ടത് അറിഞ്ഞിരിക്കുന്നു. അറിയേണ്ടത് അറിയാത്ത കാലത്തോളം, അതായത് ജീവാത്മഭാവത്തിനുപരി താൻ പരമാത്മാവാണെന്ന് ഉറച്ചു ബോധിക്കാത്ത കാലത്തോളം എന്തെല്ലാം പഠിച്ചിട്ടും സർവവേദങ്ങളും പഠിച്ചാലും അവര് ഈ സർഗത്തെ അതിക്രമിക്കുന്നില്ല. ജനിമൃതികളാകുന്ന പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡരേ ശയനം എന്നുള്ള സംസാര ദുരന്ത സാഗരത്തിൽ നിന്നും അവർ മോചിതരാവുന്നില്ല.
കുറെ പഠിപ്പിക്കാം, പഠിപ്പിക്കാം, പക്ഷെ തനിക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ബ്രഹ്മം ഏകമാണ്, സമമാണ്, അദ്വിതീയമാണ്, നിർദോഷവുമാകുന്നു. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠരെ സംബന്ധിച്ച് അവരിൽ ഒരു ദോഷവും ആരോപിക്കാൻ സാധ്യമല്ല. അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, ഇനിയൊന്നും ചെയ്ത് നേടാനുമില്ല, ഒന്നുമില്ല, നേടാനും നഷ്ടപ്പെടാനും ഇല്ലാത്തവരാണവർ. അതുകൊണ്ട് നിർദോഷം ഹി സമം ബ്രഹ്മ എന്നുള്ള വേദസാരമായ വാക്യത്തെ, അതിനെയാണ് ആത്മാവ് എന്ന് പറഞ്ഞത്. അഥവാ പരമാത്മാവ് എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. പരമാത്മാവ് എന്നുള്ള ശബ്ദം ജീവാത്മാവിനെ ആപേക്ഷിക ശബ്ദമാണ്. ആത്മാവ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ജീവാപര വെട്ടിക്കളഞ്ഞാൽ ആത്മാവ് ഏകം. അതുകൊണ്ട് തന്നെ ബ്രഹ്മവിത്തായ പണ്ഡിതൻ സമഭാവസ്ഥിതനാണ് എന്ന് വീണ്ടും ഇനിയും അതിനെ ഉറപ്പിക്കാൻ ഉപദേശിക്കുന്നുണ്ട്.